തൊലിവെളുപ്പിന്റെ ഇടയിൽ എന്റെ ശരീരത്തെ മരണം പിടിക്കില്ല എന്ന് കരുതിയ ഓ കാസർഗോഡ് പെങ്ങള് ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാണ് കരുതിയത്? ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാണ് കരുതിയത്? ആരാ ആസിഫ് അലി സർദാരി? അഴിമതി കേസിൽ ജയിലിൽ കിടക്കേണ്ടതല്ലേ? ഭാര്യ ബേനസീർ ഭൂട്ടോ ബോംബാക്രമണത്തിൽ ചാവേർ ആക്രമണത്തിൽ ചിഹ്നിച്ചതറിയപ്പെടല്ലേ? ആസിഫ് അലി സർദാരി ഭർത്താവ് പ്രസിഡന്റായത് ആരാ? കാഞ്ഞങ്ങാട് പെങ്ങളെ ബേനസീർ ഭൂട്ടോ ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ചു കുമരേനെ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ഫെമിനിസത്തിന്റെ മുദ്രാവാക്യവും വാങ്ങി ഒരൽപ്പം പണത്തിന്റെ തുവർപ്പിണ്ടാകുമ്പോ ഗൾഫ് പണത്തിന്റെ പെട്രോളുകളുടെ ഉച്ചിത്തം വന്ന് കുമിഞ്ഞുകൂടുമ്പോ പണത്തിന്റെ പേര് തിമിർപ്പ് കാണിക്കുന്നെങ്കിൽ ATM കാട്ടുകൊണ്ട് പോയി കുത്തിയാല് പച്ചനോട്ടിന്റെ തിളക്കം കണ്ടിട്ട് ജീവിതത്തിലുണ്ടാകുന്നെങ്കിൽ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ആരാ? ബേനസീർ അലി ഭൂട്ടോ എന്നറിയോ? 10 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാണ്. പത്രങ്ങൾ മുഴുവനും തീർപ്പാക്കി എഴുതിയടാ. 10 ദിവസം കഴിഞ്ഞാൽ ഈ പെണ്ണ് പാകിസ്ഥാന്റെ പ്രസിഡന്റാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആരാ? ബേനസീർ എന്നറിയോ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്. കിഴക്കിന്റെ സുന്ദരി, കിഴക്കിന്റെ സുന്ദരി, കിഴക്കിന്റെ സുന്ദരി. അധികാരത്തിലിരിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ ഇത്രത്തോളം സൗന്ദര്യം പാടിപ്പുകച്ചൊരു പെണ്ണ് ദയാന കഴിഞ്ഞാൽ പിന്നെ വേറൊരു പെണ്ണില്ല. കിഴക്കിന്റെ സുന്ദരി എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട ബേനസീർ ഭൂട്ടോ 6:40 റാവൽപിണ്ടിയിലെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ വരിക. 6:40 6:40 ചാവേർ ആക്രമണത്തിൽ ചിതറിത്തെറിക്കുന്നത്. സഹോദരങ്ങളെ, 6:37 ചിതറിത്തെറിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബേനസീർ എന്ത് ചെയ്യാമെന്നറിയോ? BBC CNN പിന്നീട് ടെലികാസ്റ്റ് ചെയ്തതാ. ബുള്ളറ്റ് പ്രൂഫ് കാറിന് റാവൽപിണ്ടിയിലെ പൊതുയോഗത്തിന്റെ സൈഡിൽ വന്നിട്ട് മരണം കടന്നു വരാത്ത, അസ്രായേൽ കടന്നു വരാത്ത, മരണദൂതം കടന്നു വരാത്ത ബുള്ളറ്റ് പ്രൂഫ് കാറിന്റെ ഉള്ളില് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിട്ടെടുത്തിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കുകയാണ് ബേനസീർ അലി ഭൂട്ടോ. ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കുകയാണ് ബേനസീർ അലി ഭൂട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 കഷണമായി ചെതറിച്ചെറിക്കേണ്ട ചുണ്ടാന്ന് ബേനസീർ ചിന്തിച്ചില്ല. 6:40 മഗ്‌രിബിന്റെ സമയമായി. ആ പെണ്ണത്ത് മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏഷ്യൻ രാജ്യങ്ങൾ ഇരുട്ട് പരക്കുന്ന സമയമായി. 60ഓളം കഷണമായി ബേനസീർ ചിതറിത്തെറിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് രാത്രിയിൽ പോയിട്ട് കിടന്നുറങ്ങുകയാ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ 1000 സ്വപ്നങ്ങളും കഴിഞ്ഞെത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ പൊന്നുമോനെ, നിനക്കറിയുമോ നാളത്തെ പ്രഭാതം കാണുമോ? നാളത്തെ അരുണോദയം കാണുമോ? നാളെ അർക്കോദയം കാണുമോ? നാളെ അർക്കന്റെ അരുണ കിരണങ്ങൾ കാണാൻ നിന്റെ നയനങ്ങളുടെ മിഴികൾ ഉണരുമോ? അതെല്ലാം 6 മണ്ണിലോട്ട് കിടന്നു പോകുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളത്തെ ദിവസമല്ല, നാളത്തെ ദിവസമല്ലേ എന്നെ വെള്ളത്തുണിയിൽ പൊതിയുന്നത്? നാളെയല്ലേ എന്റെ മൂക്കിന് പഞ്ഞി വെക്കുന്നത്? നാളെയല്ലേ എന്റെ വീടിന്റെ മുമ്പിൽ നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നത്? നാളെയല്ലേ ആളുകൾ പറയുന്നത് എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? എന്തേ യുവാക്കളെ യുവതികളെ ചിന്തിക്കുന്നില്ല? നാളെയല്ലേ, നാളെയല്ലേ നമ്മുടെ മക്കള് നമ്മുടെ മയ്യത്ത് കെട്ടിലിന്റെ പുറകിൽ നിന്നിട്ട് സലാം പറയുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ കരച്ചില്, നമ്മുടെ മക്കളുടെ കരച്ചില് നമുക്ക് സഹിക്കാൻ കഴിയോ? പൊന്നു പെങ്ങളെ, സഹിക്കാൻ കഴിയോ? കാലന്ന് പോയി കല്ലിലൊന്ന് തട്ടിയിട്ട് മക്കള് കിടന്ന് 5 മിനിറ്റ് കൂടുതൽ കരഞ്ഞാല് ഓടിച്ചെന്ന് വാരിയെടുത്ത് മടിത്തട്ടിലെടുത്ത് മുത്തം കൊടുക്കുന്നു നമ്മുടെ പൊന്നുമക്കൾ. കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അനാരോഗ്യ പരിഗണിക്കാതെ ഞാൻ സംസാരിക്കുകയാ. എന്തിനാണെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെങ്ങാണോ
ഇറങ്ങുമ്പോ സഹോദരങ്ങള് അഹമ്മദ് കബീർ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ കയറി കാഞ്ഞങ്ങാട് വന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് വലിയ ആർഭാടത്തിനെടുത്തിട്ടല്ല, ഈ വലത് കിടന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ കണക്ക് പറഞ്ഞ് മേടിക്കാനല്ല. അങ്ങനെ മേടിക്കാനാണെങ്കിൽ അഹമ്മദ് കബീർ എന്ന കോടീശ്വരനായനെ. സഹോദരങ്ങൾ, അഹമ്മദ് കബീർ 15 വർഷം വേറെ പറഞ്ഞിട്ട് ഈ 92 കിലോയുള്ള ശരീരം 82 എന്റെ ദുനിയാവിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ആഖിറത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ട്. അല്ലാഹു അത് സ്വീകരിച്ചു നൽകട്ടെ. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് ഉസ്താദിനെ പോട്ടർ വന്നിട്ട് ഉസ്താദെ കല്ല് പിടിക്കാത്ത 3 മാസം അത് നിങ്ങളുടെ വയല് കെട്ടിട്ടാണെന്ന് പറഞ്ഞ അത് നാളെ എന്റെ പരലോകത്തിന്റെ സാക്ഷിയാ. എന്റെ സഹോദരങ്ങള്, എന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന 25 വയസ്സുള്ള അബൂബക്കർ എന്ന ചെറുപ്പക്കാരൻ പനി വന്നതാ. പനി വന്നിട്ട് അവൻ ടിപ്പറോടിച്ചു സിമന്റിന്റെ ചാക്കലാറ് ഇറക്കി. പനി ഉള്ളിൽ കിടന്നറിഞ്ഞില്ല. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡെങ്കിപ്പനിയായി തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാ. ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം ആലോചിച്ച ചെറുപ്പക്കാരനാ. കല്യാണം ആലോചിച്ച് നടന്ന ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ ഇന്നലെയും ഇന്നുമായി 60 പേരെയാണ് ബ്ലഡിന് വേണ്ടി കൊണ്ടുപോയി വെച്ചത്. ഒരു ബ്ലഡ് കുത്തിവെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ ആ ബ്ലഡ് കട്ടായി പോകും. വീണ്ടും കുത്തിവെക്കും. അതിന്റെ പുറകെയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഞാനും എന്റെ സഹപ്രവർത്തകരും അവന്റെ അയൽപക്കക്കാരുമൊക്കെ. അല്ലാഹു ആ പൊന്നുമോന് പൂർണ്ണ ശിവ നൽകട്ടെ. ഡോക്ടർമാര് കൈയൊഴിഞ്ഞു, അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല, വെറുതെ ഒരു പനി വന്നതാ. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങുമ്പോ എന്റെ ഇളയ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പിക്ക് പനിയല്ലേ, വാപ്പി പോകണ്ട മകനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോ, പൊന്നുമോനെ വാപ്പി ഫ്ലൈറ്റിലാ പോകുന്നത്, യാത്രയില്ല. എന്റെ മൂത്ത മോൻ ചോദിച്ച്, അപ്പുറത്തെ മാമാക്കും പനിയായിരുന്നില്ലേ? കുഞ്ഞിന്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. സഹോദരങ്ങളെ, അവര് കരഞ്ഞിട്ടൊരു 10 മിനിറ്റ് അവിടെ നിന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി പോയത്. പലപ്പോഴും കാസർഗോഡ് മകന് വന്ന അത് മലപ്പുറത്താണെങ്കിൽ പോലും ആദ്യത്തെ ദിവസം അഹമ്മദ് കബീർ താമസിച്ചെത്തു. അഹങ്കാരം കൊണ്ടല്ല, ആഭാരം കൊണ്ടല്ല. ബാഗും കയ്യിലെടുത്തിട്ട് വീട്ടിലിറങ്ങാൻ പോകുമ്പോ ഇളയ കുഞ്ഞോടി വരും 3.5 വയസ്സുകാരൻ. മുട്ടം നിന്നിട്ടവൻ വർത്തമാനം പറയുമ്പോ പിന്നിട്ടങ്ങടെ ഇറങ്ങാൻ വല്ലാത്ത വിഷമമാണ്. പിന്നെയും അവനെ മടിയിലിരുത്തി കൊഞ്ചി. സഹോദരങ്ങളെ, കരഞ്ഞാല് കണ്ണുനീര് സഹിക്കാൻ കഴിയില്ല. എന്റെ മക്കളെ കരഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുണ്ടല്ലാകെ. നാളെ അഹമ്മദ് കബീർ മരിച്ചിട്ട് വീടിന്റെ മുമ്പിൽ പോയാ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പാടെ മയ്യത്തിറക്കുമ്പോ എന്റെ പൊന്നുമക്കൾ നിന്നിട്ട് പൊട്ടിക്കരയില്ലേ? വാപ്പി എവിടേക്കാണ്? ഞങ്ങളെ വിട്ടിട്ട് എവിടേക്കാണ്? എന്റെ കൂടെ കൊണ്ടാത്തതെന്താ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്റെ ഇളയ വയസ്സ് വല്ലാത്ത കരച്ചില്. ഞാനും വാപ്പിയുടെ കൂടെ കൊണ്ടുപോകണം, അവനെ ഫ്ലൈറ്റിൽ കയറണം. ഒരു രീതിയിലാണ് പറഞ്ഞു വിട്ടത്. ആ പൊന്നുമോനെ കരച്ചില് മാറ്റാൻ എത്ര ചോക്ലേറ്റ് വാങ്ങിച്ച് കയ്യിൽ കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആ പൊന്നുമോനെന്റെ പുറകിൽ നിന്ന് കരയില്ലേ? വാപ്പി പോവുകയാണോ? ഞങ്ങളെ കൊണ്ടുപോകാത്തതെന്താ? ആ സമയത്ത് സഹോദരങ്ങളെ, എന്റെ മക്കള് കരയുന്നത് മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മനുഷ്യന്, അവന്റെ മക്കള് കരയുന്നത് അവൻ മയ്യത്ത് കട്ടിലിൽ കിടന്ന് കേൾക്കും. അവന്റെ ഉമ്മ കരയുന്നത് കേൾക്കും, അവന്റെ ഉപ്പ കരയുന്നത് കേൾക്കും. എനിക്ക് മറുപടി പറയുന്നുണ്ട്, പക്ഷേ എന്റെ തൊണ്ട അടഞ്ഞു പോയല്ലോ. ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريع الإجابة. നേരത്തെ ദുനിയാവിലിരിക്കുമ്പോ എന്റെ മക്കൾ എന്നെ വിളിച്ച എത്രയും പെട്ടെന്ന് ഞാൻ വെളിവുത്തി കേൾക്കുന്നവനാ. ഇന്ന് വലുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാലുടനെ നിങ്ങളെല്ലാവരും ചെയ്യുന്നതെന്താ? മൊബൈൽ നോക്കും, മിസ് കോൾ ഉണ്ടോ, വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ടുണ്ടോ, മക്കൾ വിളിച്ചിട്ടുണ്ടോ, ഉടനെ തിരിഞ്ഞു നോക്കും. കാരണം എന്താ? അല്ലാഹുവേ, ഉമ്മ വിളിച്ചിട്ടുണ്ട്, ഭാര്യയുടെ 3 മിസ് കോള്. അപ്പോഴേ തിരിച്ചു വിളിക്കുന്ന ഭർത്താവ്. ആ ഭർത്താവ് മയ്യത്ത് കട്ടിലിൽ കിടക്കുകയാണ്. ഭാര്യ വിളിക്കുന്ന കേൾക്കുന്ന എന്നെ ഒറ്റയാക്കി പോകുന്നുവോ? ഞാനിനി തനിച്ചല്ലേ ഉള്ളൂ, എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാണല്ലത് എന്ന് ഭാര്യ നിലവിളിക്കുന്നത് കയ്യത്ത് കട്ടിൽ കിടക്കുന്ന നമ്മൾ കേൾക്കും. പക്ഷേ മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്റെ നാവനങ്ങുന്നില്ല. അശരമേ ഫിർമിലേ മേരേ ദോസ്തോ ബസ് ഗയീ മകാ ആഖരി
आखरी हशर में फिर मिलेंगे मेरे दोस्तों പറയും പൊന്നുമക്കളെ ഇനി നമുക്ക് ഒരുമിച്ച് കാണാം എവിടെയെന്നറിയോ പടച്ചറപ്പിന്റെ പരലോകത്ത് मुझे पगले दिए गए कफन रो चुकी है सब मिलकर मां बाप भाई बहन मुझे पगले दिए गए कफन സാധാരണ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത് ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരുടെ വസ്ത്രം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു എന്ത് ചെറുപ്പക്കാരാ ചിന്തിക്കാത്തതെന്താ സാധാരണ മുച്ചനഹനാക്ക് പകലേ ദിയേ കഫൻ സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറുന്നത് ഇന്ന് കുളിപ്പിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റി വെള്ളത്തുണിയിൽ പൊലിഞ്ഞു നാളെ കബറുകാട്ടിലേക്ക് പോകും കബറിലേക്ക് ഇറക്കി വെക്കും കബല് വലത്തെ കബല് മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് വലത്തെ കബറിലെ കഫൻ തുണി അങ്ങോട്ട് പിടിച്ചു മാറ്റും എന്നിട്ട് ഈ കബള് നേരെ കിബിലക്ക് നേരെ വെക്കും ഇന്നേ വരെ ഈ കിബിലക്ക് നേരെ ഈ മുഖം വെച്ചിട്ടുണ്ടാവില്ല പൊന്നു സഹോദരങ്ങളെ 35 വർഷം സൗദി അറേബ്യ അടക്കി ഭരിച്ച ലോകത്തിലെ 5ാമത്തെ സമ്പന്നനായ സാക്ഷാൽ ഫഹദ് ബിൻ അബ്ദുൽ അസീസിന്റെ മയ്യത്തടക്കിയതും ഇങ്ങനെ തന്നെയാ അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ.